നമസ്കാരം, ലേൺ വിത്ത് ആദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബൽറാം അഗർവാളിന്റെ ഏകാംഗിയായ ജറൂറി ഖുരാക്കിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടികളെ, ചിത്രം ശ്രദ്ധിക്കൂ. നിങ്ങൾ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു സ്റ്റേജിന്റെ ചിത്രമാണ് അല്ലേ? സ്റ്റേജിൽ 2 പേർ ചേർന്ന് ഒരു ബെഞ്ച് പിടിച്ചിടുന്നുണ്ട്. ഒരാൾ കർട്ടൻ വലിക്കാൻ നിൽക്കുന്നുണ്ട്, ഒരാൾ കണ്ണാടി നോക്കുന്നുണ്ട്. ഒരു അധ്യാപകനുണ്ട്, അധ്യാപകൻ കുട്ടിക്ക് എന്തോ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ആ കുട്ടി പേപ്പറിൽ നോക്കിയിട്ട് എന്തോ വായിക്കുന്നുമുണ്ട്. നമുക്ക് ആ കുട്ടി എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? പ്രിയ ദർശകവും, പ്രിയപ്പെട്ട കാണികളെ, കക്ഷ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. 7B ദ്വാര 7B ക്ലാസ് പ്രസ്തുത് കർ ലിയ ജാ രഹാ ഹൈ, അവതരിപ്പിക്കാൻ പോകുന്നു. ബൽറാം അഗ്രവാളിന്റെ ബാൽ ഏകാംഗി, ബാലനാടകം. ഏകാംഗി എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകമാണ് ജറൂറി ഖുരാക്ക്, ബാലനാടകമായ ജറൂറി ഖുരാക്ക്. ഈ ജറൂറി ഖുരാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജറൂറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്നാണ് അർത്ഥം. ഖുരാക്ക് വീര്യം. ജറൂറി ഖുരാക്ക് എന്ന് പറഞ്ഞാൽ വീര്യം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമായ വീര്യം എന്നാണ് അർത്ഥം. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചിലരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതിന് പകരമായി ഡോസ് കൊടുക്കുക എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ജറൂറി ഖുരാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ജറൂറി ഖുരാക്ക് എന്നുള്ള ഏകാംഗിയുടെ തുടക്കത്തിൽ ഒരു വീടിന്റെ സ്വീകരണ മുറിയുടെ ചിത്രം നമുക്ക് കാണാവുന്നതാണ്. അതിൽ 2 കുട്ടികൾ TV കാണുന്നുണ്ട്. ഒരു കുട്ടി സോഫയിൽ ഇരിക്കുന്നുണ്ട്, ഒരാൾ കിടക്കുന്നുണ്ട്. മറ്റൊരു ആൺകുട്ടി മേശപ്പുറത്ത് നിന്നും എന്തോ ഒരു കാര്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്നും അവിടെ സംഭവിക്കുന്നത് എന്താണെന്നും ഒക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. കഥാപാത്രങ്ങൾ. ലഡ്ക ഏക്, ഒന്നാമത്തെ ആൺകുട്ടി 2 കഥാപാത്രങ്ങളായിട്ട് വേഷമിടുന്നുണ്ട്. ഒന്ന് ഹിന്ദി സമാചാർ പത്ര ഏക്. സമാചാർ പത്ര എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആണ്. ഹിന്ദി സമാചാർ പത്ര ഏക് ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ അങ്കിത് എന്നുള്ള കഥാപാത്രമായിട്ടും ഒന്നാമത്തെ ആൺകുട്ടി വേഷമിടുന്നുണ്ട്. അടുത്തത് ലഡ്കി ഏക്, ഒന്നാമത്തെ പെൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര ദോ, രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടും തഥാ ശിവാനി എന്നുള്ള കഥാപാത്രമായിട്ടും ഒന്നാമത്തെ പെൺകുട്ടി അഭിനയിക്കുന്നുണ്ട്. അടുത്തത് ലഡ്ക ദോ, രണ്ടാമത്തെ ആൺകുട്ടി അംഗ്രേസി സമാചാർ പത്ര. അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ടും തഥാ ശുഭം എന്നുള്ള കഥാപാത്രമായിട്ടും അഭിനയിക്കുന്നു. നാലാമത്തേത് ലഡ്കി ദോ, രണ്ടാമത്തെ പെൺകുട്ടി ടെലിവിഷൻ സമാചാർ വാചിക, TV-യിലെ ന്യൂസ് റീഡറാണ്. പിന്നെ മമ്മി പാപ്പ, അമ്മയും അച്ഛനും. ഇത്രയും പേരാണ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. घर के, വീട്ടിലെ, ഡ്രോയിങ് റൂമിൽ, സ്വീകരണ മുറിയിൽ, ബൈറ്റെ, ഇരുന്നു കൊണ്ട്, അങ്കിത് ഓർ ശിവാനി, അങ്കിതും ശിവാനിയും, ടെലിവിഷൻ മേ, TV-യിൽ, കോയി കാര്യക്രം, എന്തോ ഒരു കാര്യക്രം, പരിപാടി, പ്രോഗ്രാം, ദേഖ് രഹേ ഹെ, കണ്ടുകൊണ്ടിരിക്കുന്നു. ബാഹർ സേ ശുഭം ആതാ ഹെ, ബാഹർ സേ, പുറത്തു നിന്നും, ശുഭം ആതാ ഹെ, ശുഭം വരുന്നു. ഓർ മേസ് പർ സേ റിമോട്ട് ഉഠാക്കർ TV का ചാനൽ ബദൽനെ ലഗ്താ ഹെ. ഓർ മേസ് പർ സേ, മേശ, മേസ് പർ സേ, മേശപ്പുറത്ത് നിന്നും, റിമോട്ട് ഉഠാക്കർ, റിമോട്ട് എടുത്ത്, ടെലിവിഷൻ കാ ചാനൽ ബദൽനെ ലഗ്താ ഹെ, TV-യുടെ ചാനൽ മാറ്റാൻ ശ്രമിക്കുന്നു. അങ്കിത് ഓർ ശിവാനി ഉസ് പർ ചില്ലാ ഉഡ്തേ ഹെ, അങ്കിതും ശിവാനിയും അവനോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്നു. കർട്ടൻ ഉയരുമ്പോൾ കാണികൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. വീടിന്റെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് അങ്കിതും ശിവാനിയും കാര്യമായിട്ട് എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ശുഭം വന്ന് റിമോട്ട് എടുത്തുകൊണ്ട് ചാനൽ മാറ്റാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്കിതും ശിവാനിയും ബഹളം വയ്ക്കുന്നു. अंकित और शिवानी, अंकिതും ശിവാനിയും, एक साथ चीखते हैं, ഒരുമിച്ച്, ചീഖ്തേ ഹെ, അലറുക എന്നാണ് ശരിക്കർത്ഥം. ഇവിടെ
ഒരുമിച്ച് വിളിക്കുന്നു. ശുഭം. അപ്പോൾ ശുഭം മറുപടി പറയുന്നു, ക്യാ ഹുവാ, എന്തു പറ്റി? അപ്പോൾ ശിവാനി, ഹുവാ തേരാ സർ, നിന്റെ തല. हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है? हम दो लोग, ഞങ്ങൾ രണ്ടുപേര്, जब पहले से ही, ആദ്യം തന്നെ, ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹെ, ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. तो तू चैनल क्यों बदल रहा है, അപ്പോൾ നീ ചാനൽ എന്തിനാണ് മാറ്റുന്നത്? അപ്പോൾ ശുഭം, इसलिए कि तुम लोगों को कभी कभी यह भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहे हैं. इसलिए कि, എന്തുകൊണ്ടെന്നാൽ, തും ലോഗോങ്കോ, നിങ്ങൾ, കബി കബി, ഇടയ്ക്ക്, യേ ബി ജാൻ ലേനാ ചാഹിയെ, ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. എന്ത് കാര്യങ്ങൾ? ബാക്കി ദുനിയാമേ, പുറം ലോകത്ത്, ക്യാ ക്യാ ഹോ രഹേ ഹെ, എന്തെല്ലാം നടക്കുന്നു. അതായത് പുറം ലോകത്തെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ മാറ്റിയത് എന്നാര് പറഞ്ഞു? ശുഭം മറുപടി പറഞ്ഞു. അടുത്തതായി ഡയലോഗ് പറയുന്നത് അങ്കിതാണ്. അങ്കിത് എന്താണ് പറയുന്നത് നോക്കാം. ഉൻ സബ് കെ ലിയെ തൂ തോ ഹേ നാ മേരെ ഭായ്. ഉൻ സബ് കെ ലിയെ, അതിനെല്ലാം, തൂ തോ ഹേ നാ, നീയുണ്ടല്ലോ, മേരെ ഭായ്, എൻ്റെ സഹോദര. തൂ അഖ്ബാർ പഠിക്കർ ഹമേ ബത്താ ദിയാ കർ. തൂ, നീ, അഖ്ബാർ പഠിക്കർ, അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രമാണ്, അഖ്ബാർ പഠിക്കർ, പത്രം വായിച്ച്, ഹമേ ബത്താ ദിയാ കർ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആരെയും ചാനൽ മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്കിതും ശിവാനിയും ഉള്ളത്. അങ്കിത് പറഞ്ഞ കാര്യത്തിനെ അനുകൂലിച്ചുകൊണ്ട് ശിവാനി പറയുന്നു, ഹാ, അതെ, और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे, या रिमोट हमें पकड़ा और बाहर का रास्ता नाप. और अब, ഇപ്പോൾ, अच्छे बच्चे की तरह, നല്ല കുട്ടികളെ പോലെ, ടോം ആൻഡ് ജെറി ലഗാതെ, ടോം ആൻഡ് ജെറി വെക്ക്, യാ, അല്ലെങ്കിൽ, റിമോട്ട് ഹമേ പക്കട, റിമോട്ട് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച്, ബാഹർ കാ രാസ്ത നാപ്, പുറത്തേക്ക് പൊയ്ക്കോളൂ എന്നാര് പറഞ്ഞു? ശിവാനി പറഞ്ഞു. ശിവാനി ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറയുന്നത്. അപ്പോൾ ശുഭം, കഭി കഭി ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസറേ ചാനൽ ബി ദേഖ്തേ രഹനാ ചാഹിയെ. കഭി കഭി, ഇടയ്ക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും, ന്യൂസ് ചാനലോ, യാ ഡിസ്കവറി ചാനലോ, യാ ദൂസറേ ചാനൽ ബി ദേഖ്തേ രഹനാ ചാഹിയെ, മറ്റ് ചാനലുകളോ നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ അങ്കിത് പറയുന്നു, ദൂസറേ ചാനൽ माई फुट, लिखाई पढ़ाई से थके मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. दूसरे चैनल മൈ ഫുട്ട്, മറ്റു ചാനലുകളോ, മൈ ഫുട്ട്, ലിഖായി പഠായി സെ, എഴുത്തുകൊണ്ടും വായന കൊണ്ടും, thake, ക്ഷീണിച്ച അല്ലെങ്കിൽ അവശനായ, മേരെ ദിമാഗോ, എൻ്റെ ബുദ്ധിക്ക്, ടോം ആൻഡ് ജെറി യാ കാർട്ടൂൺ ചാനൽ കെ അലാവ, ടോം ആൻഡ് ജെറിയോ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനലുകളോ കൂടാതെ, അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ, ദൂസറ കുച്ച് ചാഹിയേ ഹി നഹി, മറ്റൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ ശുഭം പറയുന്നു, യാനി कि तुम्हें उस गुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. യാനി कि, അതായത്, തുമേ, നിങ്ങൾക്ക്, ഉസ് ഗുറാക്കി, ആ ഒരു ഡോസിൻ്റെ, ജറൂറത്ത് ഹെ, ആവശ്യമുണ്ട്. ഏത് ഡോസിൻ്റെ? ജോ പപ്പാനെ കൽ മമ്മിക്കോ പിലായി തി, അച്ഛൻ ഇന്നലെ അമ്മയ്ക്ക് കൊടുത്ത, അതായത് അച്ഛൻ ഇന്നലെ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു ഡോസ് നിങ്ങൾക്കും ആവശ്യമാണെന്ന് തോന്നുന്നു എന്ന് ശുഭം മറുപടി പറഞ്ഞു. अंकित और शिवानी आश्चर्य से एक साथ. अंकित और शिवानी, अंकिതും ശിവാനിയും, ആശ്ചര്യ സെ, അത്ഭുതത്താൽ, ഏക് സാത്ത്, ഒരുമിച്ച് പറയുന്നു, മമ്മിക്കോ ഗുറാഖ്, അമ്മയ്ക്ക് ഡോസോ. അപ്പോൾ ശുഭം, ഹാ, അതെ. അപ്പോൾ ശിവാനി പറയുന്നു, ഖുൽക്കർ ബത്താന, തുറന്നു പറയൂ. അപ്പോൾ ശുഭം, ഖുൽക്കർ, ലോ സുൻ ലോ, തുറന്നോ, ദാ കേട്ടോളൂ. ദാ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശുഭം അങ്കിതിനോടും ശിവാനിയോടും കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ പറയുകയാണ്. അത് മറ്റൊരു സീനായിട്ടാണ് കാണിക്കുന്നത്. പ്രകാശ് വ്യവസ്ഥ കെ മാധ്യം സെ ദൃശ്യ ബദൽത്താ ഹെ. പ്രകാശ് വ്യവസ്ഥ കെ, പ്രകാശ സംവിധാനങ്ങളുടെ മാധ്യം സെ, സഹായത്തോടുകൂടി,
ദൃശ്യ ബദൽത്താ ഹെ, ദൃശ്യം മാറുന്നു. सोफे पर बैठी मम्मी कोई टीवी सीरियल देखने में मस्त है और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है, जिससे पता चलता है कि वो सीरियल को विभोर होकर देख रही है. സോഫെ पर बैठी, സോഫയിൽ ഇരുന്നു കൊണ്ട് മമ്മി, അമ്മ, കോയി ടി വി സീരിയൽ, ഏതോ ഒരു ടി വി സീരിയൽ, ദേഖ്നേമേ, കാണുന്നതിൽ, മസ്ത് ഹെ, മുഴുകിയിരിക്കുകയാണ്. ഓർ ബീച്ച് ബീച്ച് മേ, ഇതിനിടയ്ക്ക്, കബി ഗുസ്സേക്ക്, ഇടയ്ക്ക് ഗുസ്സേക്ക്, ദേഷ്യത്തിൻ്റെയും, തോ കബി പ്രസന്നതാക്ക്, പ്രസന്നത എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, ഇടയ്ക്ക് സന്തോഷത്തിൻ്റെയും ഭാവങ്ങൾ ദിഖാത്തി ഹെ, കാണിക്കുന്നുണ്ട്. ജിസ്സേ പതാ ചൽത്താ ഹെ, ഇതിൽ നിന്ന് കാണികൾക്ക് മനസ്സിലാവുന്നു, കി വോ, അവർ, സീരിയൽ കോ, സീരിയലിനെ, വിഭോർ ഹോക്കർ, അതിൽ മുഴുകിക്കൊണ്ട്, ദേഖ് രഹേ ഹെ, കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഹ് സാരാ ദൃശ്യ മൗനപൂർവക് ചൽ രഹാ ഹെ, യഹ് സാരാ ദൃശ്യ, ഈ മുഴുവൻ ദൃശ്യവും മൗനപൂർവക്, നിശബ്ദമായിട്ടാണ്, ചൽ രഹാ ഹെ, നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ സീരിയൽ കാണുകയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അവരുടെ മുഖത്ത് പലതരത്തിലുള്ള ഭാവങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അതിൽ നിന്നാണ് അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കാണികൾക്ക് മനസ്സിലാവുന്നത്. മമ്മി ടി വി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. हिंदी समाचार पत्र एक के रूप में लड़का एक बोलता हुआ मंच पर एक ओर से दूसरी ओर गुजर जाता है. हिंदी समाचार पत्र एक के रूप में, ഹിന്ദി ന്യൂസ് പേപ്പർ ഒന്നിൻ്റെ രൂപത്തിൽ, ലഡ്ക ഏക്, ഒന്നാമത്തെ ആൺകുട്ടി, ബോൽത്താ ഹുവ, സംസാരിച്ചുകൊണ്ട്, മഞ്ച് പർ, സ്റ്റേജിൻ്റെ, ഏക് ഓർ സെ, ഒരു ഭാഗത്ത് നിന്ന്, ദൂസരി ഓർ, മറുഭാഗത്തേക്ക്, ഗുസർ ജാത്താ ഹെ, കടന്നു പോകുന്നു. നമ്മൾ ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഡ്ക ഏക്, ഒന്നാമത്തെ ആൺകുട്ടി, 2 കഥാപാത്രങ്ങളായിട്ടാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഒന്ന് അങ്കിത് എന്നുള്ള കഥാപാത്രമാണ്, രണ്ടാമത്തേത് ന്യൂസ് പേപ്പറായിട്ടാണ്, ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്കിതായിട്ട് അഭിനയിച്ച കുട്ടി ഒരു പത്രത്തിൻ്റെ വേഷത്തിൽ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഡ്ക ഏക്, ജാപ്പാൻ മേൻ ജബർദസ്ത് ഭൂകമ്പ്, ജാപ്പാൻ മേൻ, ജപ്പാനിൽ, ജബർദസ്ത്, ശക്തമായ, ഭൂകമ്പം. ഹസാറോം ലോഗോं की मौत, ഹസാറോം ലോഗോं की, ആയിരക്കണക്കിന് ആളുകൾക്ക്, മോത്ത്, മരണം സംഭവിച്ചിരിക്കുന്നു. കറോഡോം കി സമ്പത്തി കാ നുക്സാൻ, കറോഡോം കി, കോടിക്കണക്കിന്, സമ്പത്തി കാ, സമ്പത്തിന്, നുക്സാൻ, നഷ്ടം സംഭവിച്ചിരിക്കുന്നു. നുക്സാൻ, നഷ്ടം. കുട്ടികളെ, ഈയൊരു രംഗത്തിൻ്റെ അർത്ഥം എന്താണ്? മമ്മി കാര്യമായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് വലിയ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് മമ്മി ഇവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജപ്പാനിൽ ശക്തമായ ഒരു ഭൂകമ്പം നടന്നിരിക്കുന്നു. ഈ ഭൂകമ്പത്തിൽ ഒരുപാട് പേർക്ക് ജീവനും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആരറിയുന്നില്ല? മമ്മി അറിയുന്നില്ല. മമ്മി എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്? സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. अंग्रेजी समाचार पत्र के रूप में लड़का 2 बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. अंग्रेजी समाचार पत्र के रूप में, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ രൂപത്തിൽ, ലഡ്ക 2, രണ്ടാമത്തെ ആൺകുട്ടി, അതായത് ശുഭമായി അഭിനയിച്ച ആൺകുട്ടി, ബോൽത്താ ഹുവ, സംസാരിച്ചുകൊണ്ട്, മഞ്ച് പർ, സ്റ്റേജിൻ്റെ, ദൂസരി ഓർ സെ, മറുഭാഗത്തു നിന്നും, പെഹലി ഓർ, ഇപ്പുറത്തേക്ക്, ഗുസർ ജാത്താ ഹെ, കടന്നു പോകുന്നു. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ലഡ്ക 2, മാസീവ് എർത്ത് ഹിറ്റ് ജപ്പാൻ, ജപ്പാനിൽ ശക്തമായ ഭൂകമ്പം. എബൌട്ട് 400 പീപ്പിൾ ആർ ഡെഡ് ആൻഡ് 500 മിസ്സിംഗ്. എബൌട്ട്, ഏകദേശം, 400 പീപ്പിൾ ആർ ഡെഡ്, 400ഓളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആൻഡ് 500 മിസ്സിംഗ്, 500ഓളം പേരെ കാണാതായിരിക്കുന്നു. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി, പൊതുമുതലിന് വൻ നഷ്ടം. हिंदी समाचार पत्र 2 के रूप में लड़की 1 बोलती हुई मंच के निचले सिरे से ऊपरी सिरे की ओर गुजर जाती है. ഹിന്ദി സമാചാർ പത്ര 2 के रूप में, രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ രൂപത്തിൽ, ലഡ്കി 1, ഒന്നാമത്തെ പെൺകുട്ടി, അതായത് ശിവാനിയായി വേഷമിട്ട പെൺകുട്ടി, ബോൽത്തി ഹുയി, സംസാരിച്ചുകൊണ്ട്, മഞ്ച് കെ,
സ്റ്റേജിൻ്റെ നിച്ചിലെ സിരേസ് താഴ്ഭാഗത്ത് നിന്ന് ഊപ്പരി സിരേക്ക് ഓർ മുകൾ ഭാഗത്തേക്ക് ഗുസർ ജാത്തി ഹെ കടന്നു പോകുന്നു. അപ്പോൾ ലഡ്കി ഏക്. आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. आज सुबह ഇന്ന് രാവിലെ ലഗ്ഭഗ് ഏകദേശം 5 ബജെ 5 മണിക്ക് ജാപ്പാൻ ക ജപ്പാനിലെ ടോക്കിയോ ഷഹർ ടോക്കിയോ നഗരം ജബർദസ്ത് ഭൂകമ്പ് കെ കാരണം ശക്തമായ ഭൂകമ്പം കാരണം തബാ ഹോ ഗയാ ഹെ നശിച്ചിരിക്കുന്നു. കിത്നി ഹി ഇമാരത്തേം ജമീൻ മെ ധസ് ഗയി ഹെ. കിത്നി ഹി എത്രയോ ഇമാരത്തേം കെട്ടിടങ്ങൾ ജമീൻ മെ ധസ് ഗയി ഹെ നിലം പതിച്ചിരിക്കുന്നു. ഹസാറോം ലോഗ് മൽബെ കെ നീച്ചെ ദബേ പടേ ഹെ. ഹസാറോം ലോഗ് ആയിരക്കണക്കിന് ആളുകൾ മൽബെ കെ നീച്ചെ അവശിഷ്ടങ്ങൾക്കടിയിൽ ദബേ പടേ ഹെ അമർന്നിരിക്കുന്നു. മൽബ അവശിഷ്ടം. പല പല പത്രങ്ങളിൽ പല പല ഭാഷകളിലായി ഈ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് മമ്മി അപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസി ബീച്ച് പപ്പ കാ മഞ്ച് പർ പ്രവേശ്. ഇസി ബീച്ച് ഇതിനിടയ്ക്ക് പപ്പ മഞ്ച് പർ പ്രവേശ് രംഗപ്രവേശനം നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. കോനെ മേ രഖേ ടെലിവിഷൻ കെ സാമനെ രഖി മേസ് പർ സെ റിമോട്ട് ഉടാക്കർ ചാനൽ ബദൽനെ ലഗ്തേ ഹെ. കോനെ മേ രഖേ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുള്ള ടെലിവിഷൻ കെ സാമനെ ടിവിയുടെ മുന്നിൽ രഖി വെച്ചിട്ടുള്ള മേസ് പർസെ മേശപ്പുറത്ത് നിന്നും റിമോട്ട് ഉടാക്കർ റിമോട്ട് എടുത്ത് ചാനൽ ബദൽനെ ലഗ്തേ ഹെ ചാനൽ മാറ്റാൻ തുടങ്ങുന്നു. മമ്മി ഹക് പക്കാക്കർ ഗുസ്സേമേ ഹക് പക്കാക്കർ പരിഭ്രമിച്ചുകൊണ്ട് ഗുസ്സേമേ ദേഷ്യത്തിൽ അരെ അരെ യേ ക്യാ കർ രഹേ ഹെ എന്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ പപ്പ ന്യൂസ് ചാനൽ പർ ലഗ് രഹാ ഹൂം ന്യൂസ് ചാനൽ വയ്ക്കുന്നു. അപ്പോൾ മമ്മി ഹേ ഭഗവാൻ മനോരഞ്ജൻ ചാനലോ സെ ഇത്തനി ചിഡ് ക്യൂ ഹേ ആപ്കോ. ഹേ ഭഗവാൻ എൻ്റെ ദൈവമേ മനോരഞ്ജൻ ചാനലോ സെ വിനോദ ചാനലുകളോട് ഇത്തനി ചിഡ് ക്യൂ ഹേ ആപ്കോ നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം. മമ്മിക്ക് സീരിയൽ മാറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പപ്പ റിമോട്ട് സെ ചാനൽ ബദൽത്തേ ഹുയെ റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ട് निठल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ोगी तुम. निठल्ला മടിയന്മാരും നകാര ഉപയോഗമില്ലാത്തവരും ഓർ ബുദ്ധിഹീൻ ബനാ ഡാൽനെ വാലെ ബുദ്ധിഹീനരുമാക്കി മാറ്റുന്ന ചാനലോക്കോ ചാനലുകളെ മനോരഞ്ജൻ ചാനൽ സമജ്ന പത്താ നഹി കബ് ഛോഡോഗി തും വിനോദ ചാനലുകൾ എന്ന് വിളിക്കുന്നത് എന്ന് നീ നിർത്തുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞത് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മമ്മി കുറച്ച് ദേഷ്യത്തോടു കൂടി പറയാണ് 51 पर लगाओ 51 വെച്ചോളൂ. ന്യൂസ് ചാനൽ 51 के बाद ही है सारे. ന്യൂസ് ചാനലുകൾ 51 के बाद ही है 51 ശേഷമാണ് സാരെ മുഴുവനും. നാശ് കർ ദിയ സാരെ സീരിയൽ കാ സീരിയൽ മുഴുവൻ നാശമാക്കി. പപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं. പപ്പ ന്യൂസ് ചാനലിൽ പഹുഞ്ച് ജാത്തെ ഹെ എത്തിച്ചേരുന്നു. അതായത് ചാനൽ മാറ്റിയിട്ട് ന്യൂസ് ചാനൽ വെക്കുന്നു. സമാചാർ വാചിക എന്ന് പറഞ്ഞ ന്യൂസ് റീഡറാണ്. രണ്ടാമത്തെ പെൺകുട്ടിയാണ് ന്യൂസ് റീഡറായിട്ട് വേഷമിടുന്നത്. അപ്പോൾ ടി വിയിൽ ന്യൂസ് വായിക്കുകയാണ്. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गए हैं जिनके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. പൂരെ ടോക്കിയോ ഷഹർമേ മുഴുവൻ ടോക്കിയോ നഗരത്തിലും ബിജിലി കി സപ്ലൈ ബിജിലി എന്ന് പറഞ്ഞാൽ വൈദ്യുതിയാണ്. ബിജിലി കി സപ്ലൈ വൈദ്യുത വിതരണം ടപ്പ് പഡ് ഗയി ഹെ നിന്നു പോയിരിക്കുന്നു. ഓർ ടവേഴ്സ് ടൂട്ട് ഗയെ ഹെ ടവറുകൾ തകർന്നിരിക്കുന്നു. ജിൻകെ കാരൺ ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോं से ഖത്തം ഹോ ഗയാ ഹെ ടോക്കിയോ നഗരത്തിന് മറ്റ് സ്ഥലങ്ങളുമായുള്ള ബന്ധം നിലച്ചിരിക്കുന്നു. അതായത് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ടവറുകൾ തകർന്നത് കാരണം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇസ് ഭൂകമ്പ് കി തീവ്രത റിക്ടർ പൈമാനെ പർ 7.1 മാപ്പി ഗയി ഹെ. ഇസ് ഭൂകമ്പ് കി തീവ്രത ഈ ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ പൈമാനെ പർ റിക്ടർ സ്കെയിലിൽ 7.1 7.1 മാപ്പി ഗയി ഹെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റിക്ടർ സ്കെയിൽ എന്നുള്ളത് ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാനുള്ളൊരു യൂണിറ്റ് ആണ്. जापान में पिछले माह भी भूकंप आया था. ജപ്പാനിൽ പിച്ചിലെ മാഹ് ബി കഴിഞ്ഞ മാസവും ഭൂകമ്പ് ആയാത്ത ഭൂകമ്പം വന്നിരുന്നു.
ടി വിയിൽ ഈ വാർത്ത കണ്ടതും അച്ഛൻ അമ്മയോട് പറയുന്നു. പപ്പ മമ്മീസെ, അച്ഛൻ അമ്മയോട് സുൻ രഹി ഹോ, കേൾക്കുന്നുണ്ടോ? മമ്മി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പപ്പ പറയുമ്പോഴാണ് മമ്മി ഈ കാര്യം ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ മമ്മി അത്ഭുതത്തോടു കൂടി പപ്പയോട് ചോദിക്കുകയാണ്, യേ കബ് ഹുവ, ഇതെപ്പോൾ സംഭവിച്ചു? അപ്പോൾ പപ്പ, ഘർ മേ തീൻ തീൻ അഖ്ബാർ ആത്തെ ഹെ, ഘർ മേ വീട്ടിൽ, തീൻ തീൻ അഖ്ബാർ, അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രമാണ്. തീൻ തീൻ അഖ്ബാർ, മൂന്ന് പത്രങ്ങൾ വരുത്തുന്നുണ്ടല്ലോ. ദോ ഹിന്ദിക്ക്, രണ്ടെണ്ണം ഹിന്ദിയുടെയും, ഒരേക്ക് അംഗ്രേസിക്ക, ഒന്ന് ഇംഗ്ലീഷിൻ്റെയും. तीनों चीख चीख कर सुबह से ये समाचार सुना रहे हैं, लेकिन आप है कि, तीनों മൂന്നെണ്ണവും ചീക്ക് ചീക്ക് കർ ബഹളം വെച്ചുകൊണ്ട്, സുബഹ്സെ രാവിലെ മുതൽ, യേ സമാചാർ ഈ വാർത്ത, സുനാ രഹേ ഹെ കേൾപ്പിക്കുന്നുണ്ടല്ലോ, ലേക്കിൻ ആപ് ഹേ കി പക്ഷേ നിങ്ങളോ? അപ്പോൾ മമ്മി, ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹെ ബഹളം വെച്ചുകൊണ്ട് കേൾപ്പിക്കുകയോ? മുझे तो एक शब्द भी सुनाई नहीं दिया, മുझേത്തോ എനിക്ക്, ഏക് ശബ്ദ് ബി ഒരു വാക്ക് പോലും, ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കാണ്, സുനായി നെഹിദിയ കേട്ടില്ലല്ലോ. അപ്പോൾ പപ്പ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്. സുബഹ് സേ ശാം തക് മനോരഞ്ജൻ മേ ഡൂബേ രഹ്നെ വാലെ ലോഗോं को ദർദ് മേ ഡൂബേ ലോഗോं की ചീക്കേൻ സുനായി നെഹി ദേത്തി രമാജി. എന്താണ്? സുബഹ് സേ ശാം തക് രാവിലെ മുതൽ വൈകുന്നേരം വരെ, മനോരഞ്ജൻ മേ വിനോദങ്ങളിൽ, ഡൂബേ രഹ്നെ വാലെ ലോഗോं को മുഴുകിക്കിടക്കുന്ന ആളുകൾക്ക്, ദർദ് മേ ഡൂബേ വേദനയിൽ മുങ്ങിയ, ലോഗോं की ആളുകളുടെ, ചീക്കേ നിലവിളികൾ, സുനായി നെഹി ദേത്തി കേൾക്കാൻ സാധിക്കില്ല രമാജി എന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ മമ്മി, കൈസി ബാത്തേം കർത്തേ ഹെ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിന് മറുപടിയായി പപ്പ പറയുന്നു, ഠീക് കഹ് രഹാ ഹൂം, പറയുന്നത് ശരിയാണ്. ഹാത്ത് സേ ഇഷാര കർക്കെ, ഹാത്ത് സേ കൈകൊണ്ട്, ഇഷാര കർക്കെ ആംഗ്യം കാണിക്കുന്നു. ഇത്തനെ മോട്ടെ മോട്ടെ അക്ഷരോമേ ഹെഡ് ന്യൂസ് ഛപി ഹെ സഭി അഖ്ബാരോമേ, ഇത്തനെ മോട്ടെ മോട്ടെ ഇത്രയും വലിയ, അക്ഷരോമേം അക്ഷരങ്ങളിൽ, ഹെഡ് ന്യൂസ് ഛപി ഹെ ഹെഡ് ന്യൂസ് അച്ചടിച്ചിട്ടുണ്ടല്ലോ, സഭി അഖ്ബാരോമേ എല്ലാ പത്രങ്ങളിലും, അഖ്ബാർ പത്രം. ആഖുഡാക്കർ കഭി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ, ആഖുഡാന എന്ന് പറഞ്ഞ ഇവിടെ ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം തലയുയർത്തി നോക്കുക എന്നാണ്. ശരിക്കും ആങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണാണ്, ഇവിടെ തലയുയർത്തി നോക്കുക. ആഖുഡാക്കർ കഭി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ, വല്ലപ്പോഴും പത്രത്തിന് നേരെ തലയുയർത്തി നോക്കാറുണ്ടോ, അതായത് വല്ലപ്പോഴും പത്രം വായിക്കാറുണ്ടോ എന്നാണ് പപ്പ ചോദിക്കുന്നത്. അപ്പോൾ മമ്മി, ഘർ കെ കാം കാജ് സേ ഫുർസത്ത് മിലെ തബി തക് കോയി അഖ്ബാർ ദേഖേ പടേ. ഘർ കെ കാം കാജ് സേ, ഘർ കെ വീട്ടിലെ, കാം കാജ് സേ ജോലികളിൽ നിന്ന്, ഫുർസത്ത് മിലെ ഒഴിവ് സമയം ലഭിച്ചാലല്ലേ, തബി തക് കോയി അഖ്ബാർ ദേഖേ പടേ പത്രം വായിക്കാനും നോക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്നാണ് മമ്മി ചോദിക്കുന്നത്. അപ്പോൾ പപ്പ, ഠീക് കഹ്തി ഹോ, പറയുന്നത് ശരിയാണ്. ഉൾട്ടേ സീധേ സീരിയൽസ് തോ തും ജैसे घर के काम करते करते देखती रहती हो. ഉൾട്ടേ സീധേ സീരിയൽസ് തോ, ഉൾട്ടേ സീധേ തലതിരിഞ്ഞ, സീരിയൽസ് തോ സീരിയലുകൾ, തും ജേസെ നിന്നെ പോലെയുള്ളവർ, ഘർക്കെ വീട്ടിലെ, കാം കർത്തേ കർത്തേ ജോലികൾ ചെയ്തുകൊണ്ട്, ദേഖ്തി രഹത്തി ഹോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മി, ബസ് കാം കാജ് മേ ചാഹെ ജിത്തന ഘട്ടെ മനോരഞ്ജൻ കി ആസ് പാസ് ന ഫടക് ജായേ ഘർ കി ഓരത്ത്. മമ്മിക്ക് പപ്പ സീരിയൽ കാണാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യമാണ്. അപ്പം എന്താ പറയണമെന്ന് നോക്കാം. ബസ് മതി, കാം കാജ് മേ ചാഹെ ജിത്തന ഘട്ടെ, കാം കാജ് മേ ജോലികളിൽ, ചാഹെ ജിത്തന ഘട്ടെ എത്രയേറെ കഷ്ടപ്പെട്ടാലും, മനോരഞ്ജൻ കെ വിനോദത്തിൻ്റെ, ആസ് പാസ് അടുത്ത് പോലും, ന ഫടക് ജായേ വരാൻ പാടില്ല അല്ലേ, ഘർ കി ഓരത്ത് വീട്ടിലെ സ്ത്രീകൾ. പപ്പ ഇതിന് എന്ത് മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. രമ, രമ തും മേരി ബാത് കോ ഗലത് സമജ് രഹി ഹോ, അമ്മയുടെ പേര് രമ എന്നാണ്. തും മേരി ബാത് കോ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഗലത് സമജ് രഹി ഹോ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഗലത് തെറ്റ്. मेरे कहने का मतलब है कि ना तो घर के काम काज में और ना ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. നമ്മുടെ അടുത്തുള്ള ആളുകളുടെ ദുഃഖങ്ങളും വേദനകളും കാണാത്ത വിധത്തിൽ നമ്മൾ ഒരിക്കലും വിനോദങ്ങളിലോ അല്ലെങ്കിൽ വീട്ടുജോലികളിലോ ഏർപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മമ്മിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പം മമ്മി പറയുന്നു,
ഐ ആം സോറി. സോറി പറഞ്ഞു. അപ്പോൾ പപ്പ जापान में आज सुबह सैकड़ों लोग मौत के मुंह में समा गए. ജപ്പാനിൽ ആജ് സുബ് ഇന്ന് രാവിലെ സൈക്ലോൺ ലോഗ് നൂറുകണക്കിന് ആളുകൾ മോത്ത് കെ മൂഹ്മെ മരണത്തിൻ്റെ വായിൽ സമാഗെ അകപ്പെട്ടിരിക്കുന്നു. സൈക്ലോൺ ലോഗ് ലാപത്താഹെ നൂറുകണക്കിന് ആളുകളെ കാണാതായിരിക്കുന്നു. ജാൻ ഓർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹെ. ജാൻ ജീവനും ഓർ മാൽ സമ്പത്തിനും ദോനോ കാ രണ്ടിനും നുക്സാൻ ഹുവാ ഹെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മാനാ കി ജപ്പാൻ ദൂസരാ ദേശ് ഹെ ലേക്കിൻ ഹെ തോ സബ് മനുഷ്യ ഹി. മാനാ കി ജാപ്പാൻ ഏക് ദൂസരാ ദേശ് ഹെ. ജപ്പാൻ എന്നത് മറ്റൊരു ദേശമായിക്കൊള്ളട്ടെ. ലേക്കിൻ ഹെ തോ സബ് മനുഷ്യ ഹി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ മമ്മി ടീ കഹത്തെ ഹോ നിങ്ങൾ പറയുന്നത് ശരിയാണ്. മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. मुझे अपने मनोरंजन तक ही ഞാൻ എൻ്റെ വിനോദങ്ങളിൽ മാത്രം സീമിത് നഹി രഹ്ന ചാഹിയേ താ ഒതുങ്ങിക്കൂടാൻ പാടില്ലായിരുന്നു. അപ്പോൾ പപ്പ സിർഫ് തുമേ നഹി നീ മാത്രമല്ല. ദർശകോं की ओर ഇഷാര കർക്കെ. ദർശകോं की ओर കാണികൾക്കു നേരെ ഇഷാര കർക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഹം സഭീകോ നമ്മളെല്ലാവരും. ദൃശ്യ സമാപ്ത് രംഗം അവസാനിച്ചു. അങ്ങനെ ജറൂറി ഖുറാക്ക് എന്ന നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൽറാം അഗ്രവാളിൻ്റെ ഈ ഏകാംഗി സദാസമയവും വിനോദങ്ങളിൽ മാത്രം ഏർപ്പെടുന്ന സ്വാർത്ഥരായ ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.